നിങ്ങൾക്ക് വൈദ്യുതി ബില്ല് എങ്ങനെ കുറയ്ക്കാം എന്ന് നമ്മൾ പരിശോധിച്ചാൽ, ഒന്ന് സോളാർ വെച്ചിട്ട് നമുക്ക് കുറയ്ക്കാം. രണ്ട്, ഈ ഈ താരിഫിനെ പറ്റിയൊക്കെ കുറച്ച് അവബോധം വേണം. അതായത് 250 യൂണിറ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് നമ്മുടെ ഈ കറണ്ട് ചാർജിൽ. 250 യൂണിറ്റിന് താഴെയാണെങ്കിൽ, ഒരു ഉദാഹരണം 202 യൂണിറ്റ് ആണെന്നിരിക്കട്ടെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പറയാനുള്ള ഒരു ബേസിക് ഐഡിയ ആണ് ഞാൻ തന്നത്. ഇനി നമുക്ക് അതിന്റെ ചർച്ചകളിലേക്ക് പോവാം. എനിക്ക് തോന്നുന്ന ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലായിരുന്നു തോന്നുന്നു. നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാം കേട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും കേട്ടില്ലേ കാര്യങ്ങളൊക്കെ? ഗുഡ് ഈവനിങ് സാർ. സാർ, എനിക്കൊരു ഡൗട്ട്. ഈ ഓൺ ഗ്രിഡും ഹൈബ്രിഡും തമ്മിൽ കോസ്റ്റിൽ എത്ര വ്യത്യാസം ഉണ്ടാവും? അല്ല, ബാറ്ററിയുടെ ചെലവാണ് അധികം വരുന്നത്. ഓക്കെ, മനസ്സിലാവും. ഒരു KWന് ഏകദേശം ഒരു 10,000 രൂപയെ പുറത്തു വരും. 10,000 അല്ല, അതിന്റെ ബാറ്ററി മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ വരും. അതനുസരിച്ച് കുറച്ച് പൈസ ചെലവ് എക്സ്ട്രാ വരും. എപ്പോഴും കൂടുതൽ വരുന്നത് ഓഫ് ഗ്രിഡ് ആണ്, മറ്റേതിന് അതിനേക്കാൾ കുറവാണ്. നിങ്ങളിപ്പോൾ നമുക്കിപ്പം ഒരു 3 KW വെക്കുകയാണെങ്കിൽ 1 KWനെങ്കിലും ബാറ്ററി ബാക്കപ്പ് വേണം. അതനുസരിച്ച് ചെലവ് വരും. 1 KWന് നമുക്ക് എത്ര രൂപ വരും? ഏകദേശം ഒരു 1,00,000 അടുത്ത് വരും. അതിൻ്റെ അകത്തൊരു 10-20 രൂപ നമ്മൾ ബാറ്ററിക്ക് വേണ്ടി വരും. 1 KW വെക്കുന്നുണ്ടെങ്കിൽ. 3 KW ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 3-18, ഒരു 1,50,000-2,00,000 രൂപ വരും. അതിനകത്ത് നമുക്ക് 1 KW വെച്ച് 1 യൂണിറ്റ് വൈദ്യുതി മതി നമുക്ക് ബാക്കപ്പ് എങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ 10,000-20,000 രൂപ വരും. ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ, മനസ്സിലായി. എനിക്ക് എന്താ വെച്ചാൽ ഡൗട്ട്, എനിക്കൊരു ഓൾറെഡി ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഇനി ഓൺ ഗ്രിഡ് ഞാൻ ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഓഫ് ഗ്രിഡ് ഉള്ളത് കൊണ്ട് ഞാൻ ഇനി ഹൈബ്രിഡിലേക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ? ഇല്ല, അതിന്റെ ആവശ്യമില്ല. ആ ഇൻവെർട്ടർ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അതറിയാമല്ലോ പ്രകാശിന്. അത് ഉപയോഗിക്കാൻ പറ്റില്ല, മനസ്സിലായി. അത് ഉപയോഗിക്കാൻ പറ്റില്ല, അത് പഴയ മോഡലാണത്. ഓക്കെ. പിന്നെ വേറെ എന്താ? വേറെ ഒന്നുമില്ല സാർ. ഗുഡ് ഈവനിങ്. പ്രകാശ്, ഇടയ്ക്കൂടെ എന്തെങ്കിലും സംശയം വരുമെങ്കിൽ ചോദിക്കണം കേട്ടോ. മനസ്സിലിരുന്ന് ഈ ചർച്ചയെല്ലാം കേൾക്കുക. തീർച്ചയായിട്ടും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. അടുത്തത് മിസ്റ്റർ സക്കീർ സംസാരിക്കും. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ. സാറേ, ഞാനൊരു 3 കിലോവാട്ടിന്റെ ഒരു പ്ലാന്റാണ് ഇപ്പൊ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സാർ, ഈ ഫീസിബിലിറ്റിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പൊ ഈ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് നമ്മളിപ്പോ ഒരു ടയർ 1 സപ്ലയറെ കണ്ടെത്തി അവരുമായിട്ട് ഡിസ്കഷൻ ചെയ്തതിന് ശേഷം നമ്മൾ പോയാൽ പോരെ? അങ്ങനെയല്ല. ടയർ 1 എന്ന് പറയുന്ന വേറെ കാര്യമാണ്. വെണ്ടർ. അതെ, ടയർ 1 എന്ന് പറഞ്ഞ പാനലിന്റെ ഒരു കാറ്റഗറിയാണ് കേട്ടോ. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തണ്ട. അതെ, നമ്മളിപ്പോ ഈ വെണ്ടറെ കണ്ടെത്തി കഴിഞ്ഞതിന്റെ ശേഷം നമ്മൾ KCBയിൽ പോയാൽ മതിയോ ഈ മറ്റേ ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്? അല്ലെങ്കിൽ അതിന്റെ ഒരു ഇതൊന്ന് പറഞ്ഞു, ഫീസിബിലിറ്റി നമ്മൾ എപ്പോഴാണ് ചെയ്യേണ്ടതെന്നല്ല? അല്ല, നമ്മൾ വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് ചെയ്യണം. നമ്മൾ ഇവിടെ എല്ലാ വർക്കും ചെയ്ത് കഴിഞ്ഞിട്ട് ഫീസിബിലിറ്റി ചെയ്യുന്ന കഴിഞ്ഞാൽ KCB പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ചെയ്യും. അത് മാത്രമല്ല, സക്കീർ പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാം, ഒരു വലിയൊരു പ്രശ്നമുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മുടെ വീട്ടിലെ കണക്റ്റഡ് ലോഡ്, ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഫീസിബിലിറ്റിക്ക് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് നമുക്കിപ്പോൾ 4.5 KW നമ്മുടെ വീട്ടിലെ കണക്റ്റഡ് ലോഡ് റെക്കോർഡിക്കലി ഉണ്ട്. പക്ഷെ ഞാൻ 2 AC ആഡ് ചെയ്ത് ഇപ്പോഴത്തെ ആക്ച്വൽ ലോഡ് 8 KW. നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് ഒരു സിംഗിൾ ഫേസിന്റെ ഇൻവെർട്ടർ വെച്ചു. KCBക്കാര് നമ്മൾ ഈ ഫീസിബിലിറ്റി അങ്ങ് തരും. പക്ഷേ ഈ പ്ലാന്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് പേപ്പറും കൊണ്ട് ചെല്ലുമ്പോൾ അവ ഇവിടെ വന്ന് പരിശോധിക്കുമ്പോൾ എന്താ, നിങ്ങളുടെ വീട്ടിൽ 8 KW 3 ഫേസ് ആക്കണം. അങ്ങനെ ഒരു പ്രശ്നം വരും. അതുകൊണ്ട് നിങ്ങൾ പാനലിന്റെ പണികൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, അല്ലെങ്കിൽ സോളാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ കണക്റ്റഡ് ലോഡ് അപ്ഡേറ്റ് ചെയ്യണം. അത് 8 KW വരുമ്പോൾ നിങ്ങൾക്ക് 3 ഫേസ് ആണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 5 KW പ്ലാന്റ് വെക്കേണ്ടി വരും. ആ 5 KWന് സിംഗിൾ ഫേസ് ഓപ്ഷൻ ഉണ്ട്, 3 ഫേസ് ഓപ്ഷൻ ഉണ്ട്. എപ്പോഴും നമ്മൾ 3 ഫേസ് മാത്രമേ പ്രിഫർ ചെയ്യാവൂ. അതിന് പല കാരണങ്ങളുണ്ട്. എവിടെയെങ്കിലും ഇപ്പോൾ വരുമ്പോൾ ഞാൻ വിശദമായിട്ട് പറയാം. അപ്പൊ സക്കീറെ, നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യം ഫീസിബിലിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷ കൊടുത്ത് ചെയ്യാം, അതല്ലെങ്കിൽ വെണ്ടർ വഴിയും ചെയ്യാം കേട്ടോ. ഓക്കെ സാറേ. അപ്പൊ ഞാൻ ആദ്യം കണക്റ്റഡിലോട് ചേഞ്ച് ചെയ്യാനുള്ള പരിപാടി ചെയ്യായിരിക്കും ഏറ്റവും ബെറ്റർ അല്ലേ? ബെറ്റർ, അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്, പലയിടത്തും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ.
സാറേ ഇതിപ്പം ഒരു സംശയം കൂടെ. ഞാനിപ്പം ഉള്ളത് വിദേശത്താണ്. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ ഇതിന്റെ ഒരു ചെറിയൊരു പഠനം നടത്തിയിരുന്നു. അപ്പൊ ഞാനിപ്പോ പല സുഹൃത്തുക്കളുമായിട്ടും ആരങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ KSEB ഇങ്ങനെ നെറ്റ് മീറ്ററിംഗിന്റെ ഒരു സംവിധാനം കൊടുക്കുന്നില്ല എന്നല്ല. അപ്പൊ നമ്മൾ അങ്ങോട്ട് എത്ര കൊടുക്കുന്നത് അതിനൊരു കാശ് തരും, അവരുടെ അടുത്ത് നമ്മൾ ഇങ്ങോട്ട് മേടിക്കുന്നതിന് വേറെ കാശ് കൊടുക്കും. അതുകൊണ്ട് നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് പ്രോഫിറ്റ് ഒന്നും കിട്ടാനില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ പല ആളുകളും എനിക്ക് തന്നു. ഇതിന്റെ സത്യാവസ്ഥ എന്താ സാറേ? നമ്മളിപ്പോൾ 32 പേരുണ്ട്, ഏകദേശം ഒരു 30 പേര്, ഞാൻ കൂടാതെ ഒരു 30 പേരുണ്ട്. നിങ്ങളെല്ലാവരും ഇനി പറയുന്ന കാര്യം കേൾക്കണം. നമ്മൾ റിപ്പീറ്റ് ചെയ്യത്തില്ല. എവിടെയെങ്കിലും അത് പറയേണ്ടി വന്നാൽ ഞാൻ ഒഴിവാകും. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, നമുക്ക് 3 തരത്തിലുള്ള മീറ്ററിംഗ് ഉണ്ട് കേരളത്തിൽ. ഈ പുതിയ നിയമം, അതായത് കോടതിയിൽ ഇരിക്കുകയാണ് നിയമം. ഇപ്പോൾ ഉള്ളത് പഴയ നിയമമാണ്, അതായത് 2020 ഇറങ്ങിയ നിയമമാണ് ഇപ്പോഴുള്ളത്. അത് അനുസരിച്ച് കേരളത്തിൽ ഒറ്റ മീറ്ററിങ്ങേ ഉള്ളൂ, നെറ്റ് മീറ്ററിംഗ് എന്ന് പറയും. അതായത് ഞാൻ 100 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, KSEBയിൽ നിന്ന് 100 യൂണിറ്റ് ഇങ്ങോട്ട് എടുക്കുന്നു. ആ 100 തമ്മിൽ ടാലി ചെയ്ത് സീറോ, നെറ്റ് സീറോ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എനിക്ക് എനർജി ചാർജ് ഇല്ല, ഫിക്സഡ് ചാർജും മീറ്റർ റെന്റ് മാത്രമേ ഉള്ളൂ. ഇതിനെയാണ് നെറ്റ് മീറ്ററിംഗ് എന്ന് പറയുന്നത്. ഇത് പഴയ നിയമപ്രകാരമാണ്. പുതിയ നിയമം 5/11/25 പ്രാബല്യത്തിൽ വന്നു, ഗസറ്റിൽ വന്നു. പക്ഷെ ആ സമയത്തൊക്കെ അത് കോടതിയിൽ ഇരിക്കുകയായിരുന്നു. ആ കോടതി അത് സ്റ്റേ ചെയ്തിരിക്കുകയാണ് ആ പുതിയ നിയമം. അത് 22/5 അടുത്ത ഹിയറിങ്. അതിൻ്റെ അകത്ത് 3 തരത്തിലുള്ള മീറ്ററിംഗ് ആണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് നെറ്റ് മീറ്ററിംഗ്, ഞാനിപ്പോൾ പറഞ്ഞ നെറ്റ് മീറ്ററിംഗ്. രണ്ടാമത് നെറ്റ് ബില്ലിങ്. മൂന്നാമത് ഗ്രോസ് മീറ്ററിംഗ്. നെറ്റ് മീറ്ററിംഗ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായി, 100. പക്ഷെ നെറ്റ് ബില്ലിങ്ങിൽ വരുമ്പോൾ ഈ 100 തമ്മിൽ എനർജികൾ തമ്മിൽ ടാലിയാക്കാൻ പറ്റത്തില്ല. അങ്ങോട്ട് കൊടുത്ത 100 ഒരു വില, ഇങ്ങോട്ട് എടുക്കുന്ന 100 വേറൊരു വില. ഇതാണ് നെറ്റ് ബില്ലിങ്. നെറ്റ് മീറ്ററിംഗിലും നെറ്റ് ബില്ലിങ്ങിലും നെറ്റ് മീറ്റർ തന്നെയാണ് വെക്കുന്നത്. അതായത് നമ്മുടെ സാധാരണ എനർജി മീറ്റർ മാറ്റിയിട്ട് നെറ്റ് മീറ്റർ വെക്കും, അതിനകത്ത് ഇമ്പോർട്ടും എക്സ്പോർട്ടും കിട്ടും. പക്ഷെ നെറ്റ് മീറ്ററിങ്ങിലും നെറ്റ് ബില്ലിംഗ് സിസ്റ്റത്തിലും രണ്ടും 2 തരത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ഗ്രോസ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അവിടെ ഈ 2 വൈദ്യുതിക്കും 2 വിലയാണ്. പക്ഷേ റെക്കോർഡ് ചെയ്യുന്നത് അവിടെ നെറ്റ് മീറ്റർ ഇല്ല. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഉള്ള മീറ്റർ തന്നെയായിരിക്കും അവിടെ ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വേറൊരു മീറ്ററിലൂടെ KSEBക്ക് കൊടുക്കും, വേറൊരു മീറ്ററിലൂടെ കൊണ്ടുവന്നിട്ട് നേരിട്ട് ലൈനിലേക്ക് കൊടുക്കും. അതല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്ന മീറ്ററിന്റെ മുമ്പിൽ കണക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ അവിടെ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതിയിൽ നിന്ന് ഒരു വൈദ്യുതി പോലും നമുക്ക് കിട്ടത്തില്ല, നേരിട്ടെടുക്കാൻ പറ്റത്തില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ 2 സിസ്റ്റത്തിലും അത് പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 200 യൂണിറ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ ആ 200 യൂണിറ്റും KSEBക്ക് നേരിട്ടാൻ കൊടുക്കുകയാണ്. പിന്നെ ഇങ്ങോട്ടെടുക്കുന്ന വൈദ്യുതി സെപ്പറേറ്റ് വേറൊരു മീറ്ററിൽ എടുക്കും. ഇതിന് 2നും 2 വിലയിടും. ഇതാണ് ഗ്രോസ് മീറ്ററിങ്. ഏകദേശം ഒരു ഐഡിയ കിട്ടിയല്ലോ. സക്കീറല്ലേ ചോദിച്ചു? അതെ സാറേ, അപ്പൊ ഈ നെറ്റ് ബില്ലിംഗ് പറഞ്ഞാൽ ശരിക്കും നമുക്കിതൊരു പ്രോഫിറ്റ് ഇല്ലാത്തൊരു സമ്മതിയായി മാറും തോന്നുന്നു അല്ലേ? അതും കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഈ പുതിയ നിയമപ്രകാരം ഡൊമസ്റ്റിക്കിന്, നമ്മുടെ വീടുകൾക്ക് 10 കിലോവാട്ട് പ്ലാന്റ് കപ്പാസിറ്റി വരെ മാത്രമേ നെറ്റ് മീറ്ററിംഗ് ഉള്ളൂ. പക്ഷേ 10ന് മുകളിലാണെങ്കിൽ നിങ്ങളൊരു 10% ബാറ്ററി ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് മീറ്ററിംഗ് കിട്ടും. 15ന് മുകളിലാണെങ്കിൽ 20% ബാറ്ററി ആഡ് ചെയ്യുകയാണെങ്കിൽ നെറ്റ് മീറ്ററിംഗ് കിട്ടും. ആ 20 വരെ ഉള്ളവർക്ക് മാത്രമേ നെറ്റ് മീറ്ററിംഗ് ഉള്ളൂ. പക്ഷേ ഇനിയുണ്ട് അതിനകത്ത് പ്രശ്നങ്ങൾ. നെറ്റ് മീറ്ററിംഗ് എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക്, ഇൻഡസ്ട്രി, അഗ്രികൾച്ചർ, ഈ 3 കാറ്റഗറിക്ക് മാത്രമേ ഉള്ളൂ നെറ്റ് മീറ്ററിംഗ്. നിങ്ങൾക്കൊരു കടയുണ്ടെങ്കിൽ അവിടെ ഒരു കാരണവശാലും ഈ പറഞ്ഞ നെറ്റ് മീറ്ററിംഗ് ഇല്ല. നെറ്റ് ബില്ലിങ്ങോ ഗ്രോസ് മീറ്ററിങ്ങോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ക്ലിയർ ആയോ? ക്ലിയർ ആയി സാറേ, താങ്ക് യു. ഓക്കെ, അപ്പോ സക്കീർ ഇരിക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, അടുത്ത മിസ്റ്റർ ചെറിയാൻ ജോസഫ് സംസാരിക്കുമോ? സാർ ഗുഡ് ഈവനിങ്. എനിക്ക് 2-3 കാര്യങ്ങളാണ് ചോദിക്കാനുള്ളത്. ഒന്ന്, ഹൈബ്രിഡിന് സബ്സിഡി കിട്ടുമോ? രണ്ടാമത്തെ ചോദ്യം, തീർച്ചയായിട്ടും കിട്ടും. നമ്മൾ ഇടയ്ക്ക് പറഞ്ഞതാണത്, കിട്ടും കേട്ടോ. ഓക്കെ. രണ്ടാമത്തത്, 5 കിലോവാട്ട് ഓഫ് ഗ്രിഡിന് ഉദ്ദേശം എന്ത് ചെലവ് വരും? 5 കിലോവാട്ട് ഹൈബ്രിഡിന് ഉദ്ദേശം എന്ത് ചെലവ് വരും? ഈ 5 കിലോവാട്ട് വെച്ചാൽ നമുക്ക് എത്ര വാട്ട്സ് ഉപയോഗിക്കാനായിട്ട് കിട്ടും? ഈ ഒരു കാര്യമുണ്ട്, ഇതിന്റെ വില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയുന്നതല്ല. ഞാൻ ഏകദേശം ഒരു വില പറഞ്ഞ് ഓൺ ഗ്രിഡിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ഓഫ് ഗ്രിഡ് ബാറ്ററിയുടെ വില അനുസരിച്ചിരിക്കും കാര്യങ്ങൾ. ഓൺ ഗ്രിഡിൽ ഏകദേശം ഒരു KW വെക്കുന്നതിന് ഒരു 60,000-70,000 രൂപ വരും. അതും സ്ട്രിങ് ഇൻവേർട്ടർ ആണെങ്കിൽ
അതായത് മൈക്രോ ഇൻവെർട്ടർ ആണെങ്കിൽ വേറെ കാര്യമാണ്, അത് ആരെങ്കിലും ചോദിക്കുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. സ്ട്രിങ് ഇൻവെർട്ടർ ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ 60-70 രൂപ വരും. അവിടെ ബാറ്ററി ഇല്ല. ബാറ്ററി സംവിധാനം വരുന്നെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു KWH ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ബാറ്ററികളെ ലിഥിയം അയണ, അതിനൊക്കെ ഇപ്പൊ വില കുറച്ച് ഈ റേറ്റിലൊക്കെ നിങ്ങൾക്ക് കിട്ടത്തക്കവണ്ണമായി. ഒരു KWH അതായത് ഒരു യൂണിറ്റ് വൈദ്യുതി സ്റ്റോർ ചെയ്യുന്ന സംവിധാനത്തിന് ഏകദേശം 20,000-നകത്ത് നിങ്ങൾക്ക് സാധനം കിട്ടും. അത് വെച്ച് നിങ്ങൾ കണക്കൂട്ടി എടുത്താൽ മതി. എനിക്ക് വില സംബന്ധിച്ചുള്ള കാര്യങ്ങൾ എനിക്കറിയില്ല കേട്ടോ. ഉദ്ദേശം പറഞ്ഞാൽ മതി. നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ അതെല്ലാം കിട്ടും. എനിക്കറിയില്ല. ഒറ്റ ചോദ്യം കൂടെ ഉള്ളൂ. പറഞ്ഞോളൂ. നമ്മള് ഈ ചെരിഞ്ഞ ട്രസ് വർക്ക് ചെയ്ത് ഇരുമ്പ് ഷീറ്റ് ഇട്ട റൂഫില് 5 കിലോവാട്ടിന്റെ പാനലുകൾ നമുക്ക് വയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ 10 ഡിഗ്രി 15 ഡിഗ്രി ചരിവിലാണ് ഈ റൂഫ് പണിഞ്ഞതെങ്കിൽ വെക്കാം. ഞാൻ അങ്ങനെയാ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതിന് ബലം കിട്ടുമോ? അല്ല, ആ ബലം നിങ്ങളൊരു റൂഫ് പണിയുമ്പോൾ ഡ്രസ് വർക്ക് ചെയ്യുമ്പോൾ ബലം നോക്കിയല്ലേ ചെയ്യുന്നത്. ആ ബലം മതി. നമ്മൾ മുകളിൽ കയറണം. മുകളിൽ കയറി പാനൽ ക്ലീൻ ചെയ്യാനുള്ള അതിനുള്ള ഒരു ഇതൊക്കെ വേണം, നടക്കാനുള്ള വഴികളൊക്കെ വേണം. മനസ്സിലായോ? അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഡ്രസ് വർക്ക് ചെയ്യുമ്പോൾ ബലം നോക്കിയല്ലേ ചെയ്യുന്നത്. അതല്ലാതെ പൊളിയാറായ സാധനത്തിൽ കൊണ്ടുവന്ന് വെക്കരുത്. അത് ഒരുപാട് അപകടങ്ങൾ ഉണ്ടാവും. ഓക്കെ, നമ്മള് ഡ്രസ് വർക്ക് ചെയ്തപ്പോ അന്ന് ഈ പറയുന്ന സോളാർ വെക്കുന്നതിനെ പറ്റി ചിന്തിച്ചില്ല. അവിടെ ഒരു ഏണി സംവിധാനം വേണം, മുകളിൽ കയറാനുള്ള സംവിധാനം വേണം. പിന്നെ അവിടെ പാനലിന്റെ അടുത്ത് നമുക്ക് നിൽക്കത്തക്കമുള്ള ഒരു പ്ലാറ്റ്ഫോം പണിയണം. ഇതെല്ലാം നോക്കി വേണം ചെയ്യാനായിട്ട്. അതിന് ബലമില്ലെങ്കിൽ നിങ്ങൾ അതിനകത്ത് പുറത്ത് പണിയരുത് കേട്ടോ. ശരി. താങ്ക് യു. അടുത്ത മിസ്റ്റർ ഷിബു ജേക്കബ്. പറഞ്ഞോ, കുഴപ്പമില്ല. കേൾക്കാമോ? ഹലോ, കേൾക്കാം. സാർ 2-3 കാര്യങ്ങൾ അറിയാനാണ്. ഒന്ന്, ഇപ്പം ഈ സാർ പറഞ്ഞ 25 ഇയേഴ്സ് 25 വർഷത്തേക്കുള്ള വാറണ്ടി എന്ന് പറയുന്നത് ഈ ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയത് ടെക്നോളജി പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡും കൂടെയാണ്. വളരെ വേഗമാണ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കിത് ഇത്രയും ഒരു ലോങ് ടേം ആയിട്ടുള്ള ഇത് നോക്കേണ്ട. കാരണം ഇപ്പൊ HJT ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് റിലയൻസ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ സബ്സിഡി അതിൽ കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ 1 മാസം കൂടെ കഴിഞ്ഞില്ല അവർക്ക് കിട്ടുമെന്ന് പറയുന്നത്. ഈ HJT ടെക്നോളജി കൊണ്ട് ഈ ഇപ്പൊ മറ്റേ ടോപ്കോൺ ഇത് നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇത് തന്നെ കൊണ്ട് എടുത്താൽ മതിയോ? അത് ഒരു ചോദ്യം. 2, സാർ ഈ എർത്തിങ്ങിന്റെ കാര്യത്തിൽ സാർ ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഈ എർത്തിങ്ങിൽ നമ്മൾ എന്തൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവരുമായിട്ട്? കാരണം അവര് പല കോഡ്സും നമുക്ക് ഞാനിത് 1 മാസമായിട്ട് ഞാൻ ഇതിന്റെ പുറകില് കാരണം ഞാൻ 5 kV ആണ്, ഞാൻ KW ആണ് വെക്കാൻ പ്ലാൻ ചെയ്യുന്നത്. എന്റെ വീട്ടിലുള്ളത് സിംഗിൾ ഫേസ് ആണ്. അപ്പൊ ഇപ്പൊ ഞാൻ KCBയിലെ സബ് എഞ്ചിനീയറിന്റെ കൂടെ ഇരുന്ന് മനസ്സിലാക്കിയപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് 3 ഫേസ് വെക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. 3 ഫേസ് വെച്ചാൽ നമുക്ക് ഈ ഇൻവേർട്ടർ 3 ഫേസിന്റെ തന്നെ വെക്കണോ, അതോ അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് സാർ ഒന്ന് വ്യക്തമാക്കണം. എർത്തിങ്ങിന്റെ കാര്യം പറഞ്ഞു. ഈ സിംഗിൾ ഫേസും 3 ഫേസും ഇൻവേർട്ടറിന്റെ കാര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ അത് കാര്യം ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളത് പറയണം. അതുപോലെ ഈ പാനല് പറഞ്ഞോ, പക്ഷെ മറന്നു പോകരുത്. നിങ്ങൾ ചോദിക്കുന്നത് മറന്നു പോകരുത്. ഇല്ല ഞാൻ അതുപോലെ ഈ പാനലില് ഈ 550 പിന്നെ 650 അങ്ങനെ പല റേഞ്ചുകളുണ്ട്. അപ്പൊ അതിന്റെ ടെക്നിക്കൽ വെച്ചാൽ നമുക്ക് അറിയത്തില്ല. ഇപ്പൊ സൈസ് അതനുസരിച്ചിട്ട് നമുക്ക് പിന്നെ അത്രയും കുറച്ച് സൈസ് മതി, അതാണ് മനസ്സിലാക്കിയത് ആക്ച്വലി. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഓരോ കമ്പനിയും പറയുന്നത് അവര് 550യുടെ ആണ് അല്ലെങ്കിൽ 650യുടെ ആണെന്ന് തരുമെന്ന് പറയുന്നു. അപ്പൊ റേറ്റും വ്യത്യാസമുണ്ട്. ഇപ്പൊ ഞാനിപ്പോ 5 കേബിളോട് കോട്ട് വയ്ക്കുമ്പോ ചിലവര് ഒരു 2,90,000 മുതൽ 3,20,000 വരെയുള്ള ഒരു ബിറ്റ്വീൻ കോട്ടാണ് മിക്കവാറും എല്ലാവരും തരുന്നത്. അപ്പൊ അതിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്കും ശരിക്കും മനസ്സിലാവുന്നില്ല. ചിലവര് 3 lakh കൊണ്ട് എല്ലാം തീർക്കുമെന്ന് പറയുന്നത്, ചിലവര് 3,50,000 പ്ലസ് പാത്വേ പ്ലസ് ലാഡർ എന്ന് പറയുന്നു. അപ്പൊ ഈ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 10 to 15,000 വ്യത്യാസം. ചിലവര് കോപ്പറിൻ്റെത് എടുത്തു പറയുന്നുണ്ട്, തരാമെന്ന് പറയുന്നുണ്ട്. ബാക്കി ഒരു സൈലന്റ് ആണ് അക്കാര്യത്തില്. അപ്പൊ ഇത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങളും സൈലന്റ് ആണ് ഇവരത്. നമുക്കാണെങ്കിൽ ഇതിനെ വ്യക്തമായിട്ടൊരു ഐഡിയ ഇതുപോലുള്ള ഒരു ഫോറത്തിലേ നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് വളരെ ആകാംക്ഷയോടെ ഇതുപോലുള്ള മീറ്റിംഗിൽ ഞങ്ങൾ പങ്കെടുക്കാൻ താല്പര്യമുള്ളത്. ഇതൊക്കെയാണ്. അപ്പൊ 1 HJT ടെക്നോളജിയുടെ കാര്യം പറഞ്ഞു, 2 എർത്തിങ്ങിന്റെ കാര്യം പറഞ്ഞു,
മൂന്നാമത്തത് 5 kV ഇൻവേർട്ടർ ആണെങ്കിൽ സിംഗിൾ ഫേസ് ആണോ 3 ഫേസിലാണോ, ഇൻവേർട്ടറിന്റെ കാര്യത്തിൽ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതിന്റെ കോസ്റ്റ് എന്തുമാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് എന്തുമാത്രം ഫീസിബിൾ ആണെന്നുള്ളതാണ്. അടുത്തത് പാനലിന്റെ കാര്യം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ സാറിന്റെ അടുത്ത് ഞാൻ പറയാം. എനിക്ക് ഓർമ്മിച്ചു തരണം എല്ലാം. ഒന്ന്, നിങ്ങൾ ഒരു കാരണവശാലും ടെക്നോളജി മാറാനായിട്ട് കാത്തു നിൽക്കരുത്. ഈ 22/5 അടുത്ത മാസം 22/5 മുൻപ് നിങ്ങൾ ഇപ്പോൾ ഉള്ള ടെക്നോളജി അനുസരിച്ച് എന്ത് ടെക്നോളജി അവൈലബിൾ ആണോ അതനുസരിച്ച് നിങ്ങൾക്ക് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കണം. വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാറ്റസ് എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമറായിട്ട് മാറും. നിങ്ങൾക്ക് അവിടെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നിങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന വൈദ്യുതി, ഈ നിയമം വന്നു കഴിഞ്ഞാൽ നിങ്ങളത് ന്യൂ പ്രൊസ്യൂമർ ആയിരിക്കും. മറ്റേതാണെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമർ എന്ന് പറയും. എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമറിന് അങ്ങോട്ട് കൊടുക്കുന്ന വൈദ്യുതിക്ക് 3 രൂപയാണ് വില. മറ്റേതാണെങ്കിൽ ന്യൂ പ്രൊസ്യൂമർ ആണെങ്കിൽ 2 രൂപ 79 പൈസയും, മറ്റേത് 3 രൂപയല്ല 3 രൂപ 8 പൈസയാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് മെച്ചങ്ങൾ എക്സിസ്റ്റിംഗ് പ്രൊസ്യൂമറിന് ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ടെക്നോളജി മാറാനായിട്ട് കാത്തിരിക്കരുത്. ഞാൻ 5 വർഷം മുമ്പുള്ള ടെക്നോളജി തന്നെയാണ് ഇപ്പോഴും ഉപയോഗിക്കുന്നത്. ഇപ്പൊ പുതിയൊരു പ്ലാന്റ് വെക്കുന്നതിനേക്കാളും നല്ല തരത്തിൽ എനിക്ക് വൈദ്യുതി കിട്ടുന്നുണ്ട്. ഈ കഴിഞ്ഞ നമ്മളിപ്പോ നല്ല ചൂടുള്ള സമയത്തൊക്കെ എനിക്ക് 34 യൂണിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. 5 kW ആണ് എൻ്റെ പ്ലാന്റ് കപ്പാസിറ്റി. അതുകൊണ്ട് ഒരു കാരണവശാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യരുത്. രണ്ടാമത് എർത്തിങ് ആണ്. ഇപ്പോൾ ഞാൻ എർത്തിങ്ങിൻ്റെ ഒരു എന്താ പറയുക, ഒരു കൺസൾട്ടൻ്റ് ആണ്. ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ്റെ ഒരു കൺസൾട്ടൻ്റാണ്. എനിക്ക് നല്ലതുപോലെ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് എർത്തിങ് എന്ന് പറഞ്ഞാൽ. പക്ഷേ നമ്മൾ ഇന്നത്തെ മണിക്കൂറുകൾ എത്ര ഉപയോഗിച്ചാലും അത് പറഞ്ഞു തീരത്തില്ല. എന്നാലും ഞാൻ ഏറ്റവും ഷോർട്ടായിട്ട് പറയാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാകത്തക്കൊണ്ടും പറഞ്ഞാൽ ഇവിടെ 98% പ്ലാന്റുകളിലും വെക്കുന്ന എർത്തിങ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ശരിയല്ല. അത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ അനുഭവിച്ചത്. എൻ്റെ മകൻ്റെ വീട്ടിൽ സോളാർ വെക്കാനായിട്ട് ഒരു കൊട്ടേഷൻ വാങ്ങിച്ചു. അതിനകത്ത് എർത്തിങ്ങും ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ നോക്കുമ്പോൾ ഏറ്റവും ചീപ്പ് മെറ്റീരിയൽ വെച്ചാണ് എനിക്ക് കൊട്ടേഷൻ തന്നത്. ഞാൻ ചോദിച്ചു, ഇത് സ്റ്റാൻഡേർഡ് അല്ല എന്ന് നിങ്ങൾക്കറിയാം, അപ്പൊ ഇതറിയാവുന്ന എനിക്ക് തന്നെ നിങ്ങൾ എന്തിനാണ് ഈ കൊട്ടേഷൻ തന്നത്? അവൻ പറഞ്ഞത്, സാറേ ഞങ്ങൾക്ക് വർക്ക് കിട്ടണമെങ്കിൽ ഇങ്ങനെ കൊടുത്തേ പറ്റത്തുള്ളൂ. അതായത് എർത്തിങ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സംബന്ധിച്ച് ചില സ്പെസിഫിക്കേഷൻ ഇന്ന കമ്പനിയുടെ മെറ്റീരിയലൊക്കെ എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എനിക്കത് അക്സെപ്റ്റബിൾ അല്ല, ഞാനത് വെച്ച് ചെയ്യത്തുമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവസാനം വേറൊരു പാർട്ടിക്ക് വർക്ക് കൊടുത്തു. അവരുടെ ഇത് കൊട്ടേഷൻ വാങ്ങിച്ചു. പക്ഷേ ആ പാർട്ടിക്കും ഞാൻ എർത്തിങ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ അതുപോലെ കൊടുത്തില്ല. ഞാനതിൻ്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെയും കൊണ്ട് വർക്ക് ചെയ്യിച്ചു, അതിൻ്റെ പൈസയും കൊടുത്തു. അതുകൊണ്ട് എർത്തിങ് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ സംബന്ധിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എർത്തിങ്ങിന് നിങ്ങൾ ഉപയോഗിക്കുന്ന റോഡ്, അതായത് എർത്ത് റോഡ്, അതിന് ചില സ്പെസിഫിക്കേഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നത് 1-1.5 മീറ്റർ നീളമുള്ള റോഡാണ്. അത് കോപ്പർ കോട്ടിംഗ് ഉള്ള റോഡാണ്. അതിനകത്ത് കോട്ടിങ് വരുന്നത് 250 മൈക്രോണിന് പുറത്തായിരിക്കണമെന്നുണ്ട്. ഈ കോപ്പർ കോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും വെച്ച് ചുരണ്ടിയാൽ അതങ്ങ് പോകും. അങ്ങനെയുള്ള റോഡ് വെച്ച് എർത്തിങ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ആ തരത്തിലുള്ള സാധനമാണ് ഇന്ന് 98% കേസുകളിൽ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എർത്തിങ് ചെയ്യുന്ന കാര്യങ്ങൾ, അപ്പോൾ ഈ ചില ആൾക്കാർ പറയും DC-ക്ക് ഒരു എർത്ത്, AC-ക്ക് ഒരു എർത്ത്. അങ്ങനൊന്നും അല്ലത്. അത് പിന്നെ നിങ്ങൾ മുകളിൽ ഇതെല്ലാം ചെയ്യുമ്പോൾ അവിടെ ഒരു എർത്തിന്റെ ഒരു ബെഞ്ച് 25-3 mm കോപ്പറിന്റെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഈ എർത്തിങ് എല്ലാം കൊണ്ടുവന്ന് അവിടെ കണക്ട് ചെയ്തിട്ട് ആ പ്ലേറ്റിന്റെ 2 എൻഡിൽ നിന്ന് കൊണ്ടുവന്ന് 2 എർത്തിലേക്ക് കൊടുക്കണം, താഴെ 2 എർത്തിലേക്ക് കൊടുക്കണം. അതുകൂടാതെ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ. ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീടിന് ഓൾറെഡി ഒരു ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അത് മതി. ആ ലൈറ്റിംഗ് പ്രൊട്ടക്ഷന്റെ അണ്ടറിൽ നിങ്ങളുടെ ഈ പ്ലാന്റും കൂടെ വരുമെന്നുണ്ടെങ്കിൽ അത് മതി. പിന്നെ നിയമപ്രകാരം ലൈറ്റ്നിങ് ഭീഷണി ഉള്ള സ്ഥലത്ത് മതി ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ, അതല്ലാതെ ഉള്ളിടത്ത് വെക്കണ്ട. പക്ഷേ ഈ സോളാറുകാർ സമ്മതിക്കത്തില്ല അത്. കാരണം അവർക്കൊരു കമ്പൈൻഡ് ബിസിനസ്സാണ്. അവർ പറയും നിങ്ങളുടെ ഇൻവേർട്ടറിന്റെ ഗ്യാരണ്ടി പോകും, അങ്ങനെയൊക്കെ പറയും. അതുകൊണ്ട് ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ ചെയ്തോളൂ, കുഴപ്പമില്ല. പക്ഷെ ചെയ്യുന്നത് സ്റ്റാൻഡേർഡായിട്ട് ചെയ്യണം. പക്ഷെ ഇപ്പൊ നടക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ മുകളിലൊരു റോഡ് വെക്കും. ആ റോഡ് ചിലപ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡിലൊന്നും അംഗീകരിക്കാത്ത സാധനം വരെ വെക്കുന്നുണ്ട്. അതായത് കൊമ്പും കാലും ഉള്ള ഒരെണ്ണം, അതിന് എയർലി സ്ട്രീമർ എമിഷൻ അല്ലെങ്കിൽ ESC എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് ഒരു കറുത്ത കേബിൾ താഴോട്ട് കൊണ്ടുവരും, എന്നിട്ട് ഒരു എർത്ത് താഴെ അടിക്കും. ഇത് കംപ്ലീറ്റ്ലി നോൺ സ്റ്റാൻഡേർഡ് ആണ്. അപ്പൊ നിങ്ങൾ സാധാരണ ഒരു റോഡ് മാത്രം മുകളിൽ വെച്ചാൽ മതി, ഒരു എയർ ടെർമിനൽ വെച്ചാൽ മതി. അതിനൊരു കാൽക്കുലേഷനെ കൊണ്ട് ആ പ്രൊട്ടക്ഷൻ ഏരിയയ്ക്കകത്ത് നിങ്ങളുടെ പാനലുകൾ വരണം.
ആ റോഡിൽ നിന്നും മിനിമം 2 ഡൗൺ കണ്ടക്ടർ താഴേക്ക് പോകണം, 2 എർത്ത് പിറ്റിലേക്ക് പോവുകയും വേണം. നേരത്തെ ഞാൻ പറഞ്ഞു മറ്റേതിന് 2 എർത്ത് പിറ്റ്, ഇതിന് 2 എർത്ത് പിറ്റ്, ഇപ്പൊ 4 എർത്ത് പിറ്റ് ആയല്ലോ. ഈ 4 എർത്ത് പിറ്റുകൾ തമ്മിൽ മണ്ണിന്റെ അടിക്ക് നിങ്ങൾ ലിങ്ക് ചെയ്യുകയും വേണം. ലിങ്ക് ചെയ്തില്ല എങ്കിൽ 2 എർത്തിന് ഇടയ്ക്ക് നിങ്ങളുടെ കുട്ടി ആളവിടെ കളിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവന്റെ 2 പാദങ്ങൾക്കിടയ്ക്ക് വോൾട്ടേജ് ഉണ്ടായി ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാം തമ്മിൽ ഇന്റർലിങ്ക് ചെയ്യണം. ഞാൻ 4 എർത്ത് എന്ന് പറഞ്ഞു. ഈ 4 എർത്തിനെ നിങ്ങൾ ഇന്റർലിങ്ക് ചെയ്യുന്നത് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ 3 ആയിട്ട് കുറയ്ക്കാം. തൽക്കാലം ഇത്രയും മതി, കാരണം അല്ലെങ്കിൽ നമ്മുടെ ബാക്കി കാര്യങ്ങൾ തീരത്തില്ല. ശുഭു, അടുത്ത ചോദ്യം എന്താ? ഇനി എർത്തിങ്ങിനെ പറ്റി ഒന്നും ഞാൻ പറയുന്നില്ല. ശരി, താങ്ക് യു സാർ. പിന്നെ ഈ സിംഗിൾ ഫേസ് അതെ, വീട്ടിൽ ഇപ്പൊ അതായത് ഇപ്പം സിംഗിൾ ഫേസ് ആണ്, നമ്മൾ ഇനിയിപ്പോ 3 ഫേസിലേക്ക് മാറ്റണമെന്നാണ് KCBയിലെ സബ് എഞ്ചിനീയർ പറഞ്ഞത്. ഇപ്പോഴത്തെ നിലയിൽ നമ്മൾ ഈ 3 ഫേസ് മാറ്റാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ സിംഗിൾ ഫേസിൽ തന്നെ ചെയ്തിട്ട് നമ്മൾ നാളെ 3 ഫേസിലേക്ക് മാറ്റുവാണെങ്കിൽ ഇൻവേർട്ടറിന് അതനുസരിച്ചിട്ട് മാറ്റണോ, അല്ലെങ്കിൽ ഇൻവേർട്ടറിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നിങ്ങൾ ഇന്ന് ഒരു 3 KW പ്ലാന്റ് സിംഗിൾ ഫേസ് വെക്കുകയാണെങ്കിൽ അത് എപ്പോഴെങ്കിലും നിങ്ങൾ 3 ഫേസിലേക്ക് മാറ്റണമെങ്കിൽ ആ ഇൻവേർട്ടർ മാറ്റിയേ പറ്റത്തുള്ളൂ. നിങ്ങൾ വേറെ ഒരു ഇൻവേർട്ടർ വയ്ക്കുമ്പോൾ അത് 3 ഫേസ് നിങ്ങളുടെ കണക്ഷൻ, വീട്ടിലെ കണക്ഷൻ 3 ഫേസ് ആക്കുമ്പോൾ തീർച്ചയായിട്ടും 3 ഫേസ് ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ 3 ഫേസ് ഇൻവേർട്ടർ വെക്കേണ്ടി വരും. ഈ സിംഗിൾ ഫേസ് നിങ്ങൾ 3 ഫേസ് കണക്ഷൻ ആക്കിയാലും ഈ സിംഗിൾ ഫേസ് അവിടെ ഇരിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് 3 ഫേസ് ഉണ്ട്, അതിൽ ഒരു ഫേസ് മാത്രം ഒരു സോഴ്സ് വെച്ചു, ഒരു ജനറേഷൻ വെച്ചു എന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ വീട്ടിൽ 3 ഫേസ് വയറിങ് ആണെങ്കിൽ നിങ്ങൾ 3 KW പ്ലാന്റ് ആണ് വെക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ഫേസേ വെക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ 5 KW ആണ് വെക്കുന്നതെങ്കിൽ, ഞാൻ ഉദാഹരണം എൻ്റെ കേസ് തന്നെ പറയുമ്പോൾ അത് നിങ്ങൾക്ക് ക്ലിയർ ആവും. 2020 ഞാൻ പ്ലാന്റ് വെച്ചത്. എൻ്റെ വീട്ടിലെ വയറിങ് 3 ഫേസ് ആണ്. എനിക്ക് കൊട്ടേഷൻ തന്നത് സിംഗിൾ ഫേസ് വെച്ചാണ്. അപ്പോൾ എൻ്റെ വീട്ടില് 3 ഫേസ് സപ്ലൈ ആണെന്ന് ആ വെണ്ടർക്ക് അറിയാം, ഞാൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ ആണെന്നറിയാം, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണെന്നറിയാം. എങ്കിലും പുള്ളി എനിക്ക് സിംഗിൾ ഫേസിന്റെ കൊട്ടേഷൻ തന്നു. ഞാൻ സ്വയം ഇരുന്ന് ആലോചിച്ചു, എൻ്റെ വീട്ടില് 3 ഫേസ് ആണ്, ഒരു ഫേസിൽ മാത്രം ജനറേഷൻ വെക്കുന്നു. പക്ഷെ എങ്ങനെയായാലും ഒരു അൺബാലൻസിങ് അവിടെ വരാം, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വരാം. ഞാൻ പറഞ്ഞത് പറ്റൂല, എനിക്ക് 3 ഫേസ് തന്നെ വേണം എന്ന് പറഞ്ഞ് അന്നത്തെ വില സിംഗിൾ ഫേസിന് 60,000 രൂപയായിരുന്നു ഇൻവെർട്ടർ, മറ്റേത് 15,000 രൂപ കൂടെ അധികം വന്നു. വയറിങ് മാറ്റണം. എന്നാലും ഞാൻ പറഞ്ഞു എനിക്ക് 3 ഫേസ് തന്നെ മതി, കാരണം 3 ഫേസ് ആണ് കൂടുതൽ എഫിഷ്യന്റ്. 3 ഫേസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോൾട്ടേജിന്റെ ഇഷ്യൂ കുറയും. പക്ഷേ 3 ഫേസ് വെക്കാനായിട്ട് നമ്മളെ പ്രോത്സാഹിപ്പിക്കത്തില്ല ഇവര്. കാരണം ഒരുപാട് 5 KW സിംഗിൾ ഫേസ് സാധനങ്ങൾ സ്റ്റോക്ക് ഇരിപ്പുണ്ട്, അത് അവർക്ക് വിറ്റ് തീർക്കണം. രണ്ടാമത് അതിന് പറയുന്ന ഒരു കാരണം, 3 ഫേസ് ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫേസ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ സപ്ലൈ പോകും, അതായത് സോളാർ പ്രൊഡക്ഷൻ നടക്കത്തില്ല. അതായിക്കോട്ടെ, നമ്മളിപ്പോൾ സിംഗിൾ ഫേസ് വെച്ചാൽ ആ ഒരു ഫേസ് പോയാൽ കിട്ടത്തില്ലല്ലോ. അപ്പൊ ആ ഒരു ജസ്റ്റിഫിക്കേഷൻ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യരുത്. അതുകൊണ്ട് 5 KW വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബെറ്റർ 3 ഫേസ് ഓപ്ഷനിലേക്ക് പോകാം. ഇനി ഷിബു, മറ്റുള്ളവർ പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താൽ പോരെ? ആയിക്കോട്ടെ, ഓക്കെ. അടുത്ത മിസ്റ്റർ ബിബീഷ് സംസാരിക്കും. സാറേ, ഇപ്പൊ നേരത്തെ ഷിബു സാറ് ചോദിച്ച അതേ സംശയം തന്നെയാണ് എനിക്കുള്ളത്. ഞാനൊരു 5 KW സോളാർ പ്ലാന്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോ ഞാൻ 2-3 വെൻഡേഴ്സിനായിട്ട് ചോദിച്ചായിരുന്നു. അപ്പൊ അവരെല്ലാം പറഞ്ഞു സിംഗിൾ ഫേസിൽ 5 KW ചെയ്യാം. പക്ഷെ ഒരു വെൻഡർ എന്നോട് പറഞ്ഞു, അത് നിങ്ങളിപ്പോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ KSEB എന്തെങ്കിലും ഒരു ഇൻസ്പെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഈടാക്കും, 5 KW 3 സിംഗിൾ ഫേസിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ എൻ്റെ അടുത്തുള്ള KSEB ഓഫീസിൽ പോയി. അപ്പൊ അവർ പറഞ്ഞു നിങ്ങളെ കണക്റ്റഡ് ലോഡ് ഏതാണ്ട് 5 KW ആണ്, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, 3 ഫേസിലേക്ക് മാറ്റണം. അപ്പൊ എന്റെ ഏതാണ്ട് ഒരു 50 മീറ്ററോളം എനിക്ക് എന്ത് ചെയ്യണം, കേൾക്കുന്നില്ലേ? അപ്പോ ഇത് സാർ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ KSEBക്കാർ പറഞ്ഞു അതിന് കുറെ സമയം എടുക്കും, ഇപ്പോഴൊന്നും ആവില്ല. അങ്ങനെയാണ് എന്നോട് KSEBക്കാർ ലാസ്റ്റ് പറഞ്ഞത്. കാരണം അപ്പൊ ഞാൻ ചോദിച്ചു ഇത് ഇപ്പൊ ചെയ്യാൻ പെട്ടെന്ന് പറ്റുമോ എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഇല്ല, അത് കുറച്ച് പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ട്, പിന്നെ നിങ്ങൾ ട്രാൻസ്ഫോമറിന്റെ ഇത് നോക്കണം, അവിടെ സാധ്യത കുറവാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് KSEBക്കാർ പറഞ്ഞത് എന്നോട്. അപ്പോ അതാണ് ഒരു പ്രശ്നമുള്ളത്. അപ്പോ ഞാൻ എന്തായാലും 3 ഫേസിലേക്ക് മാറാന്നുള്ളത് ഞാൻ തീരുമാനിച്ചതായിരുന്നു. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഞാൻ ക്യാഷ് എത്രയാണ് അത് നമുക്ക് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടും അവർക്ക്
അത്ര ഓടുന്നില്ല. പിന്നെ വേറൊരു കാര്യമുള്ളത്, സാർ ഇതിന് പറഞ്ഞോളൂ. പറഞ്ഞിട്ട് പറയാം ബിനീഷ്, എന്നാലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിങ്ങൾ ഇപ്പൊ നമ്മുടെ പുതിയ നിയമപ്രകാരം 3 KW ആണ് ലിമിറ്റ് സിംഗിൾ ഫേസിന്റെ. അതിന് മുകളിലോട്ട് 3 ഫേസ് വെക്കണമെന്നുണ്ട്. പക്ഷെ കോടതിയിൽ സ്റ്റേയിൽ ഇരിക്കുന്നത് കൊണ്ട് നിങ്ങൾ 5 KW സിംഗിൾ ഫേസ് വെച്ചാൽ അവർ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ ഇവിടുത്തെ വയറിംഗ് എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ട് KSB കൊണ്ടുവന്ന് പേപ്പർ കൊടുക്കുമ്പോൾ അവരിവിടെ വന്ന് പരിശോധിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ 3 ഫേസിലേക്ക് പോകാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. നിങ്ങൾ ഈ സിംഗിൾ ഫേസിന്റെ 5 KW വെച്ചാൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് മണ്ടത്തരം നിങ്ങളൊരു EV ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നം ഉണ്ടാവും. അതുകൊണ്ട് ബെറ്റർ നിങ്ങൾ KSB കോണ്ടാക്ട് ചെയ്തിട്ട് ഈ പറയുന്ന എക്സ്ട്രാ കേബിൾ അവിടുന്ന് വലിക്കണമെന്ന് പറയുന്നില്ലേ, അതിന്റെ പൈസ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കൊടുത്ത് വർക്ക് ചെയ്യും. സത്യത്തിൽ അവരങ്ങനെ പറയേണ്ട കാര്യമില്ല. നിങ്ങൾ ചിലർ പൈസ കൊടുക്കാൻ റെഡിയാകുന്നില്ല. നിങ്ങൾ പൈസ കൊടുക്കാൻ റെഡിയാണെങ്കിൽ നിങ്ങൾ റിട്ടേൺ ആയിട്ട് എഴുതി കൊടുക്കുക. അവർ മറുപടി തരും. റിട്ടേൺ ആയിട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അവർ മറുപടി തരാതിരിക്കത്തില്ല. മനസ്സിലായോ? പറ്റുമെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വെക്കുക. അടുത്ത ചോദ്യം വരട്ടെ സാറേ. അടുത്ത ചോദ്യം എന്താ ചോദിച്ചാൽ, ഞാൻ ഇതേപോലെ തന്നെ ഞാൻ ഈ നമ്മുടെ PM സൂര്യാഗർ എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടാകുമ്പോ 2024 ഞാൻ ആൾറെഡി ഒരു വെണ്ടറെ സെലക്ട് ചെയ്തിട്ടായിരുന്നു. ആ വെണ്ടറെ സെലക്ട് ചെയ്തിട്ട് അവരെനിക്ക് കോട്ട് തരുകയോ അത് അവരുടെ വീട്ടിൽ വന്ന് നോക്കുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല. ഞാൻ ലാസ്റ്റ് ടൈമാണ് ഈ സോളാറിന്റെ കാര്യം മുന്നോട്ട് പോയപ്പോ അപ്പോഴാണ് ഈ വെണ്ടർ ഇപ്പൊ അവിടെ ആഡ് ചെയ്ത് കിടക്കണം, അത് റിമൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവരോട് ഞാൻ ചോദിച്ചപ്പോ PM സൂര്യാഗറിന്റെ കസ്റ്റമർ കെയറിലൊക്കെ വിളിച്ചപ്പോ അവര് പറയുന്നത് അത് നിങ്ങൾ ലോൺ റിജക്ട് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾക്ക് വെണ്ടർ റിമൂവ് ചെയ്യുള്ളൂ. പക്ഷെ ഞാൻ വെണ്ടറായിട്ട് ഒരു അഗ്രിമെന്റ് ചെയ്യുകയോ ലോണിന്റെ ഒരു ഓപ്ഷനിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ വെണ്ടർ എപ്പോഴും അവിടെ ആഡ് ചെയ്ത് കിടക്കുകയാണ്. ഞാൻ ആ വെണ്ടറെ കോൺടാക്ട് ചെയ്തു. വെണ്ടർ പറഞ്ഞു ഞങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല. PM സൂര്യാഗറിന്റെ കസ്റ്റമർ പോർട്ടലിൽ പോയപ്പോ അവർ പറഞ്ഞു നിങ്ങളെ ലോൺ റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് വെണ്ടറെ റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ ശരിക്കും? ഇല്ലല്ല, ഇവിടെ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം എനിക്ക് കറക്റ്റ് അറിയില്ല. കാരണം സബ്സിഡിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. പിന്നെ രഞ്ജിത്ത് കേട്ടായിരുന്നോ ഇത്? രഞ്ജിത്ത് കേട്ടായിരുന്നോ ഈ ചോദിച്ച ചോദ്യം? അതായത് ഓൾറെഡി ഒരു വെണ്ടർ അവരുടെ റെക്കോർഡിൽ കയറി കിടക്കുക, അതിനെ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോ? MNRE സൈറ്റില് എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിലേ അത് പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ വൺസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു റീസൺ ഇല്ലാതെ നമുക്ക് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ആക്ച്വലി എന്താ ചോദിച്ചാൽ, നിങ്ങൾ ഇപ്പൊ ഈ വെണ്ടറെ വിളിച്ചിട്ട് ഈ വെണ്ടർ അനങ്ങുന്നില്ല, മിണ്ടാട്ടല്ല. ഞാൻ ഈ വെണ്ടറെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു, അവരോട്ട് വരുന്നില്ല. അതാണ് പ്രശ്നം. MNRE ടോൾ ഫ്രീയിലൊക്കെ ഒന്ന് വിളിച്ച് ട്രൈ ചെയ്യും. അല്ലാതെ പറഞ്ഞോ രഞ്ജിത്തെ. എന്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാല്, സാറ് MNREയുടെ സൈറ്റിൽ കയറിയിട്ട് അതിനകത്ത് ടോക്കൺ റേസ് ചെയ്യുക. ടോക്കൺ റേസ് ഒരു ടിക്കറ്റ് റേസ് ചെയ്യുക. ടിക്കറ്റ് റേസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരോട് ഇഷ്യൂ പറയുക, ഇതാണ് ഇഷ്യൂ, എനിക്ക് പ്രസന്റ് വെണ്ടറിനെ മാറ്റിയിട്ട് വേറൊരു വെണ്ടറിനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ, പ്രൊവിഷൻ ഉണ്ടോ? ഇല്ല എങ്കിൽ ഞാൻ എന്താണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്, എന്താണ് അഡ്വൈസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാല് ഉറപ്പായിട്ടും അവരത് ലാസ്റ്റ് ടൈം അവരോട് ചോദിച്ചായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ വെണ്ടറെ കോൺടാക്ട് ചെയ്യൂ, എന്നിട്ട് ലോൺ അപ്ലൈ ചെയ്യൂ, എന്നിട്ട് ലോൺ റിജക്ട് ചെയ്യൂ എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ഈ ലോൺ റിജക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സിബിലും കാര്യങ്ങളും ഒക്കെ പ്രശ്നമാവുമല്ലോ. അതെന്താന്ന് ചോദിച്ചപ്പോ അവർക്ക് മറുപടി ഇല്ല. അങ്ങനെ എന്തായാലും ഒന്നും കൂടെ ട്രൈ ചെയ്യും ബിബീഷേ, കാരണം അതൊരു ക്ലിയർ റിപ്ലൈ കിട്ടുന്ന കാര്യമല്ല അത് കേട്ടോ. താങ്ക് യു. അടുത്ത മിസ്റ്റർ രൺദീപ് സംസാരിക്കും. സാർ ആദ്യം പറഞ്ഞല്ലോ KSB ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മളത് പിന്നെ KSB നമ്മളെ സെക്ഷനിൽ അപേക്ഷ കൊടുക്കുകയാണോ വേണ്ടത്? പിന്നെ നമ്മളെ ട്രാൻസ്ഫോമറിൽ ലോഡ് KSBയിൽ അപേക്ഷ കൊടുക്കുക, അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് തരും. 1 മാസം വാലിഡിറ്റിയോട് കൂടി ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരും. അഥവാ പറ്റിയില്ലെങ്കിൽ അവർ റിജക്ട് ചെയ്തിട്ട് അവർ പറയും ട്രാൻസ്ഫോമർ 90% കഴിഞ്ഞാൽ, അതായത് 100 kV ആണ് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി എങ്കിൽ അതിന്റെ 90% എന്ന് പറഞ്ഞാൽ 90 kVA. ആ KVA കൺവേർട്ട് ചെയ്യുമ്പോൾ 81 KW എന്ന് വരും. അതായത് 81 KW വരെ മാത്രമേ 100 kVA ട്രാൻസ്ഫോമറിന്റെ കീഴിൽ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ പെർമിറ്റ് ചെയ്യത്തില്ല. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ നിയമം അനുസരിച്ച് അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവർ ട്രാൻസ്ഫോമറിന്റെ കപ്പാസിറ്റി കൂട്ടി ചെയ്യണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെ ഒരു നിയമം ഇല്ലാത്തത് കൊണ്ട് കാര്യങ്ങൾ നടക്കുന്നില്ല. KSBക്കാർ ഇത് എങ്ങനെയെങ്കിലും ചെയ്യാതിരിക്കാനല്ലേ ട്രൈ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെയാണ് സിറ്റുവേഷൻ.
ക്ലിയർ ആയോ? സാർ ഓക്കെ സാറേ. പിന്നെ രണ്ടാമത് വെച്ചാൽ എന്റെ വീട്ടിൽ 275 ആവറേജ് യൂണിറ്റ് വരുന്നത്. ഞാൻ എത്ര കിലോ വാട്ടുള്ള സോളാർ വെക്കുന്നതായിരിക്കും സാർ ഉചിതം? മന്ത്ലി അല്ലെങ്കിൽ അല്ലേ 275? അല്ല 2 മാസത്തേക്ക്. അപ്പോ നിങ്ങൾക്ക് ശരിക്കും അത് വെക്കുന്നത് ലാഭമാണോ? നിങ്ങളൊന്ന് നോക്കണം. കാരണം നിങ്ങൾക്കത് മുതലാകണ്ടേ. ഇപ്പൊ മാസം എത്ര വരുന്ന ഒരു 150 യൂണിറ്റ് വരും. ആ 150 യൂണിറ്റിന് ഇപ്പൊ 2 KW വെച്ചാൽ തന്നെ 6, 6, 3, 18, 200 യൂണിറ്റ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വെക്കാം. പക്ഷെ നിങ്ങളുടെ ആ ഒരു പേ ബാക്ക് പീരീഡ് ഇല്ലേ, കുറച്ചും കൂടെ നീണ്ടുപോകും. ഇപ്പൊ ബാക്കിനിപ്പോ EV ചാർജിങ്ങൾ ആഡ് ആകുകയാണെങ്കിൽ ഇപ്പൊ സപ്പോസ് ഇല്ല, ഇപ്പൊ ആക്ച്വലി 1300 റേറ്റ് ആണ് വരുന്നത്. പിന്നെ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും EV ചാർജിങ് അങ്ങനെയുള്ള ഭാവിയിൽ വരാൻ ചാൻസ് ഉണ്ടല്ലോ. അപ്പൊ AC വെക്കുക അങ്ങനെയുള്ള വരാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് ചോദിച്ചത്. പിന്നെ ഭാവിയിൽ ചിലപ്പോ യൂണിറ്റ് കൂടാ, അതുകൊണ്ടാണ്. ഇപ്പൊ സിംഗിൾ ഫേസ് ആണോ 3 ഫേസ് ആണോ? സിംഗിൾ ഫേസ്. അല്ല, അങ്ങനെ ഒരു വിദൂരമായിട്ടൊരു പ്ലാൻ ഉണ്ടെങ്കിൽ ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല കാര്യമാണ്. മിനിമം എത്ര യൂണിറ്റ് 2 മാസത്തേക്ക് ഉള്ളവർക്കാണ് ലാഭം, അങ്ങനെ പറയാൻ പറ്റുമോ സാറേ? അല്ല, അതായത് ഒരു മാസം ഒരു 1000 രൂപയെങ്കിലും കറണ്ട് ചാർജ് വരണം. 1000 രൂപ വരണം. ഓക്കെ, എങ്കിലും വരണം. നേരത്തേക്കാണെങ്കിൽ നമ്മൾ 2000 എന്നൊക്കെ പറയായിരുന്നു. ഇപ്പം കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിട്ട് ഒരു 1000 രൂപയെങ്കിലും വരണം. ഞാൻ എന്റെ ഒരു ഊഹക്കണക്ക് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ കൃത്യമായിട്ടൊരു സംഭവമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അടുത്തത് മിസ്റ്റർ. സാറേ, എന്റെ വീട്ടില് ഇപ്പൊ പുള്ളിക്കാരൻ മുമ്പേ ചോദിച്ചത് തന്നെ ചോദ്യം തന്നെ ആയിരുന്നു എന്റേതും. എന്റേത് 2 മാസം കൂടുമ്പോൾ മാക്സിമം കറണ്ട് ചാർജ് വരുന്നത് ഒരു 550-600 റേഞ്ചിലേക്കാണ് വന്നത്. നമ്മളിപ്പം അധികം സാധനങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്യുന്നില്ല, നോർമലായിട്ടുള്ള സാധനങ്ങൾ മാത്രങ്ങളെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇനി ഇതേപോലെ തന്നെ AC അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അഡീഷണൽ ആഡ് ആക്കാനായിട്ടുള്ള അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ അതിന്റെ കൂടെ തന്നെ സാറേ, KCBയിലെ വെച്ചിട്ട് ഒരു ഡൗട്ടാണ്. നമ്മൾ അവിടെ നിന്ന് ഈ പെൻഷൻ വാങ്ങിക്കുന്നത്, അങ്ങനെ എൻ്റെ ആൻറ്റി ഉണ്ട് എൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പെൻഷനെയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലെ നമ്മൾ ഇതായിട്ട് എഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ടോ? ഈ ചോദ്യം ഒന്നും വ്യക്തമായില്ലല്ലോ. നമ്മൾ സോളാർ പ്ലാന്റ് വെക്കുമ്പം അവരുടെ പെൻഷനെ ബാധിക്കുമെന്നോ? അതെന്താ? നമ്മള് അന്നേരം ഒരു ഇതിലേക്ക് ഗ്രേഡ് മാറുമല്ലേ, മറ്റേ നമ്മളെ അങ്ങനെ വല്ലോ ഇതിലേക്ക് വല്ലോ KCBയുടെ റൂൾ അങ്ങനെ ഞാനൊരു ഇതിനകത്ത് കണ്ടിട്ടുണ്ട്. നമ്മുടെ അവിടെ ഇങ്ങനെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ AC ഒക്കെ വെക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാറ്റഗറി ചേഞ്ച് ചെയ്യുന്നതിന്റെ അത് വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും അങ്ങനെ അവരുടെ പെൻഷനെ റിലേറ്റഡ് ആയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് വരുമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നതേ. ഇത് ഒരു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുവെ KSEBയിലെ ഒരു 90% ആൾക്കാരും സോളാർ വെച്ചിട്ടില്ല. അവരതിന് വലിയ പാപമായിട്ടാണ് ഇതിനെ കാണുന്നത്. മനസ്സിലായോ? ഒരു കാര്യം ആലോചിക്കുക. 2030 ആകുമ്പോഴിവിടെ 50% റീന്യൂവബിൾ എനർജി വെച്ചാണ് കാര്യങ്ങൾ നടത്തേണ്ടത്. 2030 കേരളത്തിൽ അവർ വാക്കുകൊടുത്തിരിക്കുന്ന, കേരള സർക്കാർ വാക്കുകൊടുത്തിരിക്കുന്നതാണ്. 2040 ആകുമ്പോൾ 100%, അതായത് നമ്മുടെ വൈദ്യുതി മൊത്തം ഈ അല്ലെങ്കിൽ റീന്യൂവബിൾ എനർജി പുനരുപയോഗ ഊർജ്ജത്തിൽ നിന്ന് ചെയ്യണമെന്നാണ് ഇവർ കേരള സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മുടെ ഇത് ഗ്ലോബലി ചിന്തിക്കുകയാണെങ്കിൽ കാർബൺ ഡയോക്സൈഡ് എമിഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണിത്. നമ്മൾ മറ്റ് രാഷ്ട്രങ്ങൾക്ക്, ലോക രാഷ്ട്രങ്ങൾക്ക് ഇന്ത്യ മറുപടി കൊടുക്കണം. അപ്പൊ ഇന്ത്യ ഒരു ടാർഗറ്റ് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് സ്റ്റേറ്റിന് ഒരു ടാർഗറ്റ് ഉണ്ട്. പക്ഷേ KSEB അവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുന്നില്ല സോളാറിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി. നമ്മളിപ്പോ ഇപ്പോഴത്തെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ എവര് പെർ ഡേ ഏതാണ്ട് ഒരു 8 മില്യൺ യൂണിറ്റ് വൈദ്യുതി അധികം വരിക, KSEBക്ക് അധികം വരിക എന്ന് പറഞ്ഞാൽ അത് തുച്ഛമായ പൈസയ്ക്ക് പുറത്തോട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുകയോ ചെയ്യുന്നുണ്ട് പകല്. പക്ഷെ രാത്രിയിൽ അവർ വാങ്ങുന്ന വൈദ്യുതി, ഇപ്പൊ പ്രത്യേകിച്ച് ഈ പീക്ക് ടൈമിൽ രാത്രിയിൽ അവർ ഇങ്ങോട്ട് വാങ്ങുന്ന വൈദ്യുതി എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റിന് 10 രൂപയെ പുറത്താണ്. അപ്പൊ പകൽ നിസ്സാരമായിട്ട് ഇതിനെ എടുത്ത് കളഞ്ഞിട്ട് രാത്രിയിൽ വില കൂടിയ വൈദ്യുതിയാണ് വാങ്ങുന്നത്. എന്തുകൊണ്ടാണ് ഈ സാഹചര്യം വരുന്നത്? നമുക്കിവിടെ ഇതിനെ സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സംവിധാനം KSEB ചെയ്തിട്ടില്ല. അതുപോലെ ട്രാൻസ്ഫോമർ ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ശരിയല്ല. അതുകൊണ്ട് ഈ കുറ്റം മൊത്തം കൊണ്ടുവന്നിട്ട് ഇവിടെ സോളാറുകാരുടെ തലയിൽ വെച്ചിട്ട്, സോളാർ വെച്ചവരെല്ലാം ധനികന്മാരാണ്, സോളാർ വെച്ചവരെ കൊണ്ട് ഭയങ്കര ദോഷമാണ്, സോളാർ വെച്ചത് കൊണ്ട് ഇവിടെ 500 കോടി നഷ്ടമാണ് KSEBക്ക്, ഒരു കണക്കുമില്ലാതെ പറയുന്നത്.
ഞാനിവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി എനിക്ക് മാക്സിമം തരുന്നത് 3 രൂപയാണ്. അതേ സമയത്ത് ഈ വൈദ്യുതി അയലത്തുകാരന് കൊടുക്കുന്നത് 6 രൂപയ്ക്ക് 7 രൂപയ്ക്ക് 8 രൂപയ്ക്കാണ്. ഇതിനൊക്കെ ജനങ്ങൾ ഇത് പൊതുവെ മനസ്സിലാകുന്നില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ആ KSEB വികാരമാണ് ഇതിന്റെ അകത്ത് വന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. സാറേ ഞാൻ ഇങ്ങനെ ഇത് ചെയ്യാൻ ഫൈനലൈസ് ആയിട്ടില്ല. സാറിന്റെ ഒരു ക്ലാസ്സിലേക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ഇതിനെപ്പറ്റി, ഞാനൊരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. അപ്പൊ ഞാനിവിടെ ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിനെ കുറിച്ച് കൂടുതൽ പഠിക്കണമെന്നൊരു ആഗ്രഹം വെച്ചിട്ടാണ്. പക്ഷെ ഇത് നമ്മൾ അവിടെ വീട്ടിലങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ ഔട്ട്സൈഡ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, നെഗറ്റിവിറ്റി കാര്യങ്ങൾ, ഇപ്പൊ സാറ് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യരുതെന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും കേന്ദ്ര സർക്കാർ പ്രൊവൈഡ് ചെയ്യുന്ന പല കാര്യങ്ങളും ചെയ്യരുതെന്നുള്ളതാണ്. കേരളത്തിൽ ഏത് ഇത് ഭരിച്ചാലും, ഇന്ന പാർട്ടിയിൽ നിന്നൊന്നുമല്ല, ഏത് ഭരിച്ചെന്ന് പറഞ്ഞാലും അതങ്ങനെ തന്നെയാണ്. നമ്മളൊരു പാർട്ടി റിലേറ്റഡ് അല്ല, എന്നാലും എല്ലാം അങ്ങനെ തന്നെയാണ് അവരിത് ചെയ്യുന്നത്. അപ്പൊ ഒരു സാറിനെ പോലെ ഒരാൾ പ്രൊമോട്ട് ചെയ്യുമ്പോഴും പക്ഷേ ബാക്കിയുള്ള ആൾക്കാർക്ക് അതിന്റെ പിന്നാലെ പോകുമ്പോൾ പല രീതിയിലും അവർക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. അത് നെഗറ്റീവായിട്ട് ഞാൻ മറന്നുപോകും. ഞാൻ അതുകൊണ്ട് പെട്ടെന്ന് പറയട്ടെ. അതായത് അല്പ രാഷ്ട്രീയം പറയുക. ഇപ്പൊ 4-ാം തീയതി റിസൾട്ട് വരും. ഇവിടെ ആര് ഭരിക്കാൻ കയറിയാലും സെയിം എന്ന് പറഞ്ഞാല് KSEBയില് BMS ഉണ്ട്, INDC ഉണ്ട്, CAT ഉണ്ട്, യൂണിയൻകാര്. ഇവരെന്ന് പറഞ്ഞാൽ കേരളത്തിലെ നമ്പർ 1 പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാണ്. അവരെ ആശ്രയിച്ചാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ മൊത്തം നിൽക്കുന്നത്. അതുകൊണ്ട് ആ യൂണിയൻകാർ എന്ത് തീരുമാനിക്കുന്നോ അതാണ് ഇവിടെ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഡേ ബൈ ഡേ നമ്മൾ ജനങ്ങൾ കൂടുതൽ മനസ്സിലാക്കി വരികയാണ്. ഇപ്പൊ നിങ്ങൾ ഇലക്ട്രിക്കൽ എഞ്ചിനീയറാ, ഞാനും അങ്ങനെയാ. നാളെ എന്ന് പറയുന്നത് ഒരു 10 വർഷം 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് മരിച്ചു, നമുക്കുള്ളതല്ല, നമ്മുടെ മക്കൾക്കുള്ളതാണ്. ആ പ്രപഞ്ചത്തെ നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ പുനരുപയോഗ ഊർജമല്ലാതെ ഇവിടെ ഒന്നുമില്ല. ഇവിടെ കൽക്കരി കത്തിച്ച് ഫോസിൽ ഫ്യൂല് കത്തിച്ച് പോയി കഴിഞ്ഞാൽ ഇവിടെ നിലനിൽപ്പില്ല. മനസ്സിലായോ? അതുകൊണ്ട് തീർച്ചയായിട്ടും ധൈര്യമായിട്ട് നിങ്ങൾ സോളാർ വെക്കുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാമല്ലോ. വേറെ ഒന്നും വേണ്ട. വേറൊരു കാര്യം നമ്മുടെ ഇപ്പൊ സിംഗിൾ ഫേസ് കണക്ഷൻ, ബേസിക് ആയിട്ടുള്ള സിംഗിൾ ഫേസ് കണക്ഷൻ ആണ്. അപ്പം നമുക്ക് സാറ് മുമ്പേ പറഞ്ഞിട്ടുണ്ട് 3 ഫേസിലേക്ക് നമുക്കത് 3 ഫേസിലേക്ക് മാറ്റും. ഇത്രയും ചെറിയ ലോഡല്ലേ, അപ്പൊ നമ്മൾ 3 ഫേസിലേക്ക് മാറ്റുമ്പോൾ KSEBയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങളോ അങ്ങനെ 3 ഫേസ് ആക്കാനായിട്ട് പറ്റുമോ? ചെറിയ നിങ്ങൾ സിംഗിൾ ഫേസിന് ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞ് 2-3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ 3 ഫേസിലേക്ക് മാറിയാൽ ഒന്നും സംഭവിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. അതല്ലേ ചോദിച്ചത്? അല്ല ഇപ്പം നമ്മുടെ വീടിന്റെ സിംഗിൾ ഫേസ് കണക്ഷൻ ആണല്ലോ. സോളാർ നമ്മൾ ഒരു ഓൺ ഗ്രിഡ് ഹൈബ്രിഡ് രീതിയിലേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 3 ഫേസ് കണക്ഷൻ 3 ഫേസ് തന്നെ വേണ്ടേ? 3 ഫേസിലോട്ട് തന്നെ നമ്മൾ കണക്ഷൻ വേണ്ടേ? എന്തിനാ? നിങ്ങൾക്ക് ഇപ്പൊ സിംഗിൾ ഫേസ് അല്ലേ വീട്ടിലുള്ളത്? അതെ. നിങ്ങൾക്ക് സിംഗിൾ ഫേസ് അല്ലേ വെക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പൊ നമ്മുടെ വീട്ടില് അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് കണക്ഷൻ അന്നേരം ഒന്നും ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല 3 ഫേസിലോട്ട്? ഒന്നുമില്ല. ഓക്കെ. ക്ലിയർ ആയില്ലേ? ഇത് ക്ലിയർ ആയി സാറേ. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഉത്തരം കൂടെ ഇതിന്റെ കൂടെ ഞാൻ പറഞ്ഞോട്ടെ. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ സിംഗിൾ ഫേസ് സപ്ലൈ ഉള്ളൂ, അവിടെ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ മാത്രമേ വെക്കാവൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ചത് ഞാൻ ഭാവിയിലേക്ക് 3 ഫേസ് മനസ്സിൽ കണ്ടുകൊണ്ട് ഇപ്പോഴേ ഒരു 3 ഫേസ് ഇൻവെർട്ടർ വെച്ചുകൂടെ എന്ന് ചോദിച്ചു. ഒരു കാരണവശാലും വെക്കാൻ പറ്റത്തില്ല. കാരണം ഒരു 3 ഫേസ് ഇൻവെർട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ 3 ഫേസും വേണം. ഒരു ഫേസ് കട്ടായാൽ ആ ഇൻവെർട്ടർ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് ഒരു കാരണവശാലും സിംഗിൾ ഫേസ് ഇരിക്കുന്ന ഒരു വീട്ടില് 3 ഫേസ് ഇൻവെർട്ടർ വെക്കാൻ പറ്റത്തില്ല. കാരണം ഇനി ആരെങ്കിലും ചോദിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞാനത് ഇപ്പോഴേ പറഞ്ഞത്. അടുത്ത ഷിബു സംസാരിക്കുമോ? സാറേ, ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ ഇൻവെർട്ടറിന്റെ കാര്യത്തിലാണ് അത് കുറച്ചുകൂടെ ക്ലാരിറ്റി സാർ പറഞ്ഞത്. കണ്ടിന്യൂഷൻ ആയിട്ട് ഞാൻ ചോദിക്കുന്നത്, കാരണം എന്റെ ഇത് ചോദിക്കാൻ വേണ്ടിയാ. സിംഗിൾ ഫേസ് ആണ് ഇപ്പോ ഉള്ളത്. അപ്പം ഇനിയിപ്പോ ഞാനിപ്പോ സോളാർ വെച്ചു, 5 kVയുടെ സോളാർ 5 kVയുടെ സോളാർ വെച്ചു. അപ്പോ ഇൻവെർട്ടർ ഞാൻ ഈ 5 kWയുടെ പിന്നെ എന്താ പറയാ ഇൻവെർട്ടർ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ വെക്കണോ 3 ഫേസ് ഇൻവെർട്ടർ വെക്കണോ? ഇപ്പൊ സാർ പറഞ്ഞതിൽ തന്നെ ആ ക്ലാരിറ്റി ഒന്നുകൂടെ കൺഫേം ചെയ്യാൻ വേണ്ടി വീട്ടില് സിംഗിൾ ഫേസ് സപ്ലൈ അല്ലേ ഉള്ളൂ ഇപ്പോ? അതെ, സിംഗിൾ ഫേസ് ആണുള്ളത്. പക്ഷേ നാളെ 3 ഫേസ് ആക്കണമെന്നാണല്ലോ KSEB അവർ പറഞ്ഞേക്കുന്നത്. ഇന്ന് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 ഫേസ് വെക്കുകയും
അല്ല സോറി 3 ഫേസ് ആക്കുകയും ഒരു 8 KW നിങ്ങൾക്ക് കണക്റ്റഡ് ലോഡ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു 5 KW പ്ലാന്റ് 3 ഫേസ് വെച്ചാൽ 5000, 14, 20, 36 ഏകദേശം ഒരു മാസം നിങ്ങൾക്ക് 500 യൂണിറ്റിന് പുറത്ത് കിട്ടുന്നുണ്ട്, ഉൽപ്പാദിപ്പിക്കും 5 KW വെച്ചാൽ. അപ്പോൾ നിങ്ങൾ 3 ഫേസ് ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ 5 KW വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 3 ഫേസേ വെക്കാവൂ. ക്ലിയർ ആയോ പറഞ്ഞേ? ഇല്ല, ക്ലിയർ ആയില്ല. അതായത് നമ്മൾ ഇപ്പോഴേ 3 ഫേസ് ഇപ്പം ഞാൻ ഇന്നത്തെ നിലയ്ക്ക് ഞാൻ 3 ഫേസ് മൊത്തം 3 ഫേസ് 3 ഫേസിന് മാറ്റിയ ശേഷം ഞാൻ സോളാർ വെക്കണോ, സോളാർ വെച്ച ശേഷം 3 ഫേസിലേക്ക് മാറ്റണോ? അതായത് ഇൻവേർട്ടറും അതിനനുസരിച്ചിട്ട് 3 ഫേസിലേക്ക് മാറ്റണോ? അത് നിങ്ങളാ തീരുമാനിക്കേണ്ടത്. കാരണം 22/5 പുതിയ നിയമം പിൻവലിച്ചാൽ അത് വരും. അതിന് മുൻപ് എക്സിസ്റ്റിംഗ് പ്രസ്യൂമർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ 5 KW സിംഗിൾ ബേസ് ഓപ്ഷനേ ഉള്ളൂ. അത് നിങ്ങൾ പെട്ടെന്ന് വെച്ച് എക്സിസ്റ്റിംഗ് പ്രസ്യൂമർ കാറ്റഗറിയിലേക്ക് വരിക. അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അതല്ല, നിങ്ങൾ 3 ഫേസ് വെക്കാൻ നിങ്ങളുടെ മനസ്സിൽ അതിന്റെ ഒരു താല്പര്യമുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കണക്ഷൻ 3 ഫേസ് ആക്കുക, വീട്ടിലെ കണക്ഷൻ 3 ഫേസ് ആക്കുക, ആക്കിയിട്ട് 3 ഫേസ് വെക്കുക. പക്ഷെ അത് സമയം എടുക്കും. അത് സിംഗിൾ ഫേസിലേക്ക് പോവുക, 5 KW സിംഗിൾ ഫേസിലേക്ക് പോവുക. 5 KW സിംഗിൾ ഫേസ് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നാളെ 3 ഫേസിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ടെക്നിക്ക് തടസ്സമില്ല അല്ലെ? നമുക്ക് നാളെ വേണമെങ്കിൽ 3 ഫേസ് ഇൻവെർട്ടർ, അപ്പൊ ഈ പുതിയ 3 ഫേസ് ഇൻവെർട്ടർ വാങ്ങിച്ചു വെക്കണോ എന്നുള്ളതാണ്. അല്ല, ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഫേസ് ഇൻവെർട്ടർ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയേ 3 ഫേസ് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പറഞ്ഞ ഇൻവെർട്ടർ വേസ്റ്റ് ആവത്തില്ലേ? ഈ പുതിയ വേസ്റ്റ് ആവും. അതാണ് ചോദിച്ചത്. അപ്പൊ ഈ ഇൻവെർട്ടർ അപ്പൊ നമ്മള് വെറുതെ ഇപ്പോഴേ ആദ്യമേ എന്നാ നമുക്ക് ഇപ്പോഴേ 3 ഫേസ് ഇൻവെർട്ടർ വാങ്ങിക്കാനും പറ്റില്ല അല്ലെ? പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കണക്ഷൻ മാറ്റി 3 ഫേസ് ആക്ക്. ഓക്കെ. അത് നിങ്ങൾക്ക് ചെയ്യാമല്ലോ, സ്പീഡിന് ചെയ്യൂ കേട്ടോ. 3 ഫേസിന്റെ 5 KW വെക്ക്. എന്നത്തേക്ക് നിങ്ങൾക്ക് നല്ലതാ. നിങ്ങൾ ഭാവിയിൽ ഒരു EV വെക്കുന്നുണ്ടെങ്കിലൊക്കെ പ്രയോജനം വരും കേട്ടോ. ഓക്കെ. ക്ലിയർ ആയി. അടുത്ത ഗീത പറയോ? എന്റെ ബാച്ച്മേറ്റ് ആണ് ഗീത കേട്ടോ, പറഞ്ഞോളൂ. പിന്നെ ജെയിംസ്, എനിക്ക് എന്റെ ഡൗട്ട് എന്ന് പറയുന്നത് രണ്ടും ഈ എക്സ്പോർട്ട് കറണ്ട്, ഇമ്പോർട്ട് കറണ്ട്, അതിന് 2 മീറ്ററിന്റെ കാര്യം പറഞ്ഞു. അപ്പൊ ഇത് രണ്ടും അടുത്തടുത്ത് വെക്കണമെന്ന് അങ്ങനെ വല്ലതും ഉണ്ടോ? അല്ല, ഗീത പറഞ്ഞതിൽ ഒരു കറക്ഷൻ ഉണ്ട്. എക്സ്പോർട്ടും ഇമ്പോർട്ടും 1 മീറ്ററിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് അതിന് നെറ്റ് മീറ്റർ എന്ന് പറയും. അതായത് ഇപ്പൊ ഇരിക്കുന്ന നമ്മുടെ ഒരു മീറ്റർ ഉണ്ടല്ലോ, അതിനെ മാറ്റിയിട്ട് നെറ്റ് മീറ്റർ ആക്കും. അതിനകത്ത് 2 ഡയറക്ഷനിൽ പോകുന്ന റീഡിങ് അതിനകത്ത് കിട്ടും. ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒറ്റ മീറ്ററിൽ നിന്നാണ് കിട്ടുന്നത്. ഇത് കൂടാതെ നമ്മുടെ സോളാറിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി KSEBിക്ക് കണക്ക് കൂട്ടിയെടുക്കണം. കാരണം അവർക്ക് അതിനൊരു ഉപയോഗമുണ്ട്, മനസ്സിലായോ? ആ ഉപയോഗത്തിന് വേണ്ടി ആ റീഡിങ്ങും എടുക്കും നിയമത്തിൽ എന്ന് പറയുന്നുണ്ട്. അവരത് റെക്കോർഡ് ചെയ്തിട്ട് നമ്മളെ അറിയിക്കണമെന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടി ഒരു യൂണി ഡയറക്ഷനിലായിട്ടുള്ള ഒരു മീറ്റർ ഈ നെറ്റ് മീറ്ററിന്റെ സമീപത്ത് തന്നെ വെക്കണം. അതാണ്. ഈ 2 മീറ്റർ അടുത്തടുത്താണ് വെക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ടും റീഡിംഗ് എടുക്കാൻ ഒന്ന് ഇവിടെ വന്നിട്ട് പിന്നെ അപ്പുറത്ത് പോയി അത് റീഡിംഗ് എടുക്കാൻ പറ്റത്തില്ല, മനസ്സിലായി? അപ്പോ രണ്ടും അവർക്ക് അക്സസിബിൾ ആയിട്ടുള്ള അടുത്തടുത്ത് വെക്കണം. വെക്കണം. പിന്നെ എന്റെ വീട്ടിലെ 3 ഫേസും ഇവിടുത്തെ ലോഡ് ഞാൻ ഈ KSEB ബില്ലെടുത്ത് വെച്ചാണ് നോക്കുന്നത്. അത് 6 KW ആണ് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇൻവെർട്ടർ വെക്കുമ്പോ ഇതും ഇതിനെ ബേസ് ചെയ്തോണ്ടാണോ? ബില്ല് കയ്യിലുണ്ടോ ഇപ്പോ? ഉണ്ട്. ഇപ്പൊ ഈ 6 KW എന്ന് പറഞ്ഞല്ലോ, അതല്ല ഇപ്പോഴത്തെ സത്യമായ കണക്കിലോട്. അതല്ല, അത് കഴിഞ്ഞ് ഇത് അവിടെ AC വെക്കുക, ലോഡുകൾ കൂട്ടിയിട്ടുണ്ട് ഇല്ലേ? KSEBക്കാർ അറിയണ്ട. അത് സമയം മാർച്ച് 31 കഴിഞ്ഞു. മാർച്ച് 31 വരെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യാമായിരുന്നു. ഇനി കണക്ടറോട് കൂട്ടണമെങ്കിൽ പൈസയൊക്കെ കൊടുക്കണം. ഓക്കെ, അപ്പൊ അതവിടെ ഇരുന്നോട്ടെ. ഗീത ചെയ്യേണ്ടത് ആ ബില്ലിന്റെ അകത്ത് 1 മാസം എത്ര യൂണിറ്റ് വൈദ്യുതി എടുത്തു നോക്കുക. ഇപ്പൊ ബൈമന്ത്ലി ബില്ലാണ് കയ്യിലിരിക്കുന്നത്. അതിന്റെ അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന മൊത്തം ഉപയോഗമുണ്ട്, ഉപഭോഗം. അതിന്റെ ഹാഫ് എടുക്കുക. ആ ഹാഫ് 300 ആണെന്നിരിക്കട്ടെ. 227. അതിനെ നമുക്ക് റൗണ്ട് ചെയ്ത് 300 ആക്കാം.
അത് ഒരു മാസത്തെ അല്ലേ പറഞ്ഞത് 227 എന്ന് പറഞ്ഞു? 2 മാസം ആയിരിക്കുമല്ലോ. 2 മാസത്തിലാണല്ലോ ഒരു റീഡിങ് എടുക്കുന്നത്. ആണാണ്. 227 ഉള്ളോ? 227. അത് വളരെ കുറവാ. പക്ഷെ AC ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ അത്രേ വരുന്നുള്ളൂ. AC ഒരെണ്ണേ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഭാവിയിൽ AC വെക്കാനും സാധ്യതയുണ്ട്. വെളിയിലല്ലേ? എനിവേ ഈ 200 അല്ലെങ്കിൽ 300ന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 150 അല്ലെങ്കിൽ 200 യൂണിറ്റ്. 200 യൂണിറ്റ് ആണ് നിങ്ങൾക്ക് ഒരു മാസം വേണ്ടിയെന്നിരിക്കട്ടെ. അതായത് 30 ദിവസത്തേക്കാണ് 200 വേണ്ടിയത്. അപ്പൊ ഒരു ദിവസം എത്ര വേണം? 200 ഡിവൈഡ് ബൈ 30. അപ്പൊ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 300 എടുക്കാം. 300 ഡിവൈഡ് ബൈ 30. അപ്പൊ 100 കിട്ടിയല്ലോ. ആ 100നെ, അതായത് ഒരു ദിവസം നിങ്ങൾക്ക് ശരിയല്ലേ പറഞ്ഞത്? അല്ല 10 അല്ലേ? 10 അല്ല, 100 അല്ല, 10. ഒരു ദിവസം നിങ്ങൾക്ക് 10 യൂണിറ്റ് വേണം 300 ആണെങ്കിൽ. ശരിയാണല്ലോ? അതെ. ആ 10 യൂണിറ്റ് വൈദ്യുതി ഒരു ദിവസം ഉണ്ടാക്കണമെങ്കിൽ എത്ര KW വേണമെന്നാണ് ചോദ്യം. ഒരു KWയിൽ നിന്ന് 4 യൂണിറ്റ് കിട്ടും. ശരി. അപ്പൊ 10 യൂണിറ്റിന് 2.5 KW പ്ലാന്റ് വെക്കണം. പക്ഷേ ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ ഒരു കോട്ട് വാങ്ങിക്കാനായിട്ട് ഈ സോളാർ പാനലിന്റെ, അപ്പൊ അവര് നോക്കിയിട്ട് അവര് പറഞ്ഞു 5 KW വേണം എന്നാണ് പറഞ്ഞത്. ഒരിക്കലുമല്ല. നിങ്ങൾക്ക് 3 ഫേസ് ആണ്. 6 KW ആണ് ഇതിനകത്തുള്ള കണക്ടർ. 3 ഫേസ് ആണല്ലോ. 3 ഫേസ് ആണ്. 3 ഫേസ് ആണ്. 6 KW ആണ്. ഒരു പക്ഷേ 6 KW ഒക്കെ ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഒരു 8 KW ഒക്കെ വരാം. അപ്പൊ ബെറ്റർ നിങ്ങൾ 5 KW പോകുന്നുണ്ട്, കുഴപ്പമില്ല. ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 5 KW 3 ഫേസ് ആണ്. പക്ഷെ നിങ്ങളുടെ കൺസംഷൻ കുറവല്ലേ, അത് വെച്ചാണ് ഞാൻ പറഞ്ഞത്. മന്ത്ലി കൺസംഷൻ കുറവാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു EV എടുക്കാനോ അല്ലെങ്കിൽ 2 AC ആഡ് ചെയ്യാനോ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 5 KW 3 ഫേസിൽ പോകണം. പക്ഷെ അതിനു മുൻപ് നിങ്ങൾ നിങ്ങളുടെ കണക്റ്റഡ് ലോഡ് അപ്ഡേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ KSEBക്കാർ പ്രശ്നം ഉണ്ടാകും. മനസ്സിലായോ? ശരി. ഇനി ഉണ്ടോ സംശയം? ഇനി സംശയമില്ല. ഉണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനിയും പറയാം കേട്ടോ. ജസ് സംസാരിക്കോ? ജസ് പറഞ്ഞു. എന്റെ ക്വസ്റ്റ്യൻ പറഞ്ഞത് ഇപ്പൊ 2 കൺസ്യൂമർ നമ്പറിന്റെ ഇത് മെർജ് ചെയ്യാൻ പറ്റുമോ ബില്ലിങ്? കഴിഞ്ഞ പ്രാവശ്യം ഇതേ ചോദ്യം തന്നെ ചോദിച്ചു ഒരാള്. അതായത് 2 കണക്ഷനിലേക്ക് ഒരു പ്ലാന്റ്, ഓൺ ഗ്രിഡ് പ്ലാന്റ് കിട്ടുമോ എന്നാണ് ഈ ചോദ്യം. ഒരിക്കലും കിട്ടത്തില്ല. ഒരു കണക്ഷനാണ് ഒരു ഓൺ ഗ്രിഡ് പ്ലാന്റ് കൊടുക്കുന്നത്. എൻ്റെ വീട്ടില് എനിക്ക് മുകളിലൊരു കണക്ഷൻ ഉണ്ട്. എൻ്റെ പേരിൽ തന്നെ ഒരു കണക്ഷൻ മുകളിലത്തെ നിലയിലുണ്ട്, താഴത്തെ നിലയിൽ ഒരു കണക്ഷൻ ഉണ്ട്. അപ്പൊ താഴത്തെ നിലയിലാണ് ഞാൻ പ്ലാന്റ് വെച്ചിരിക്കുന്നത്. ആ പ്ലാന്റിന്റെ ബാക്കി വരുന്ന വൈദ്യുതി എനിക്ക് മുകളിലുള്ള കണക്ഷനിലേക്ക് കൊടുക്കാൻ പറ്റും. അതിന് വീലിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഒരു പ്ലാന്റ് മാത്രമേ വെക്കാൻ പറ്റത്തുള്ളൂ, രണ്ടിനും കൂടി ഒരു സ്ഥലത്താണെങ്കിൽ. അതല്ല, ദൂരെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കണക്ഷൻ എടുത്തിട്ട് അവിടെ ഒരു പ്ലാന്റ് സ്ഥാപിക്കുക. അവിടെ അധികം വരുന്ന വൈദ്യുതി മറ്റേ സ്ഥലത്തേക്ക് വീൽ ചെയ്യാൻ പറ്റും. WHWL വീൽ ചെയ്യാൻ പറ്റും. പക്ഷെ അതിന്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഇത് 2 കണക്ഷനും ഒരാളിന്റെ പേരിലായിരിക്കണം. ക്ലിയർ ആയി പറഞ്ഞു? ഓക്കെ, അത് മനസ്സിലായി. പക്ഷെ ന്യൂ നിയമം വരുന്നതിനകത്ത് ചേഞ്ച് വല്ലതും ഉണ്ടോ? ഇല്ല. ഈ പറഞ്ഞ കാര്യത്തിൽ വ്യത്യാസമില്ല. ഓക്കെ. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ ഈ പറഞ്ഞ 2 കണക്ഷനും വീടായിരിക്കണം. നിങ്ങളുടെ കടയിലേക്ക് ഒരു വൈദ്യുതി കൊണ്ടുപോകാൻ ഇതിന് പുതിയ നിയമത്തിലില്ല. അതായത് ഫ്ലാറ്റും കുഴപ്പമില്ലല്ലോ. ഫ്ലാറ്റും കുഴപ്പമില്ല. അത് റെസിഡൻഷ്യൽ കണക്ഷൻ ആണല്ലോ, ഒരു കുഴപ്പമില്ല. അത് കേരളത്തില് KSEBയുടെ അണ്ടറിലുള്ള ഏത് സ്ഥലത്തേക്കായാലും നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇപ്പൊ തിരുവനന്തപുരം മുതൽ കാസർഗോഡ്, തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്ന വൈദ്യുതി കാസർഗോഡ് ആയാലും കൊണ്ടുപോകാം. പിന്നെ ഒരു ബാക്കി കാര്യം കൂടെ ഞാൻ പറയാം. അതായത് നിങ്ങൾക്ക് അവിടെ 100 യൂണിറ്റ് വൈദ്യുതി ആ സ്ഥലത്ത് വേണമെന്നിരിക്കട്ടെ, ആ രണ്ടാമത്തെ സ്ഥലത്ത്. അപ്പോൾ വേണ്ട, 95 യൂണിറ്റ് നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ നിങ്ങളുടെ സോളാർ വെച്ചിരിക്കുന്നിടത്ത് നിങ്ങൾ 100 യൂണിറ്റ് ആയിരിക്കും കൊണ്ടുപോകേണ്ടതെന്നും ഇരിക്കട്ടെ. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീലിംഗ് ചാർജ് വാങ്ങിക്കും. ആ 95 ആവശ്യമുള്ളിടത്ത് 100 കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്.
ആ 100 യൂണിറ്റിന്റെ, അതായത് ഇവിടുന്ന് എത്ര കൊണ്ടുപോകുന്നോ അതില് 1 യൂണിറ്റിന് 64 പൈസ വെച്ച് വാങ്ങിക്കും. അതാണ് വീലിംഗ് ചാർജ്. അത് കൂടാതെ ഒരു 5%, 7% ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ ലോസും ഉണ്ട് അതിനകത്ത്. അതായത് നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വീട്ടിൽ പ്ലാന്റ് വെച്ചിരിക്കുന്ന ആ ട്രാൻസ്ഫോമറിന്റെ കീഴിൽ തന്നെയുള്ള വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനാണെങ്കിൽ 5% നഷ്ടം വരും. അതല്ല ദൂരെ വേറൊരു ട്രാൻസ്ഫോമറിലേക്കാണ് 7% കട്ട് ചെയ്യും. അങ്ങനെയും ഒരു സംഭവം കേട്ടോ. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഓക്കെ.